നമസ്കാരം. സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നിട്ട് ഇപ്പോൾ 5 വർഷമായി. അതേപോലെ ഡോളർ കടത്ത് കേസ് വന്നിട്ടും 5 വർഷമായി. അത് മുഖ്യ വില്ലന്മാരായ പിണറായി വിജയനെ ഇന്നേ വരെ തൊടാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകളെയും അതേപോലെ ഭാര്യയും അടക്കം തൂക്കിയെടുത്ത് ജയിലടയ്ക്കാൻ പറ്റുന്ന അതീവ രഹസ്യങ്ങളടങ്ങിയ അതീവ ഗുരുതരമായ കേസാണ്. രാജ്യദ്രോഹ കുറ്റങ്ങളടങ്ങിയ കേസാണ് യഥാർത്ഥത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്. നയതന്ത്ര ബാഗേജിലൂടെ UAE കോൺസുലേറ്റ് വഴി ഇവിടേക്ക് സ്വർണം അയച്ചു എന്നുള്ളതാണ് കേസ്. ഇതിൽ ഞാൻ അന്നേ പറഞ്ഞിരുന്നു, UAE കോൺസുലേറ്റിലും കേരളത്തിലും പിടിപാടുള്ള വലിയൊരു ഉന്നതനായ ആ ബിസിനസ്സുകാരന് പിന്നിലുണ്ട് എന്ന്. പിന്നീട് നമുക്കറിയാം, സ്വപ്ന ഫയൽ ചെയ്ത ഹർജിയിൽ ഈ നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം തിരിച്ചയക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് A4 എന്ന് പറയുന്ന ഡോക്യുമെൻ്റാണ്. ഞാൻ കൊടുത്തതല്ല, സ്വപ്ന കൊടുത്തത്. അതിൽ റിട്ടേൺ കാർഗോ എന്നാണ് ഫസ്റ്റ് പാർട്ടില്ലെങ്കിൽ സെക്കൻഡിൽ കൊടുത്തിരിക്കുന്നത് യൂസഫ് അലിയുടെ പേരാണ്. യൂസഫ് അലി ആണ് ആ UAE ഗവൺമെൻറ്റിലും കേരളത്തിലും ബന്ധമുള്ള, പിണറായി വിജയനുമായി ബന്ധമുള്ള ബിസിനസ്സുകാരനാണെന്ന് ഞാൻ പറഞ്ഞതല്ല. എന്നാൽ സ്വപ്ന സുരേഷ് ഫയൽ ചെയ്ത ജാമ്യ ഹർജിയിൽ കൊടുത്ത ഡോക്യുമെൻ്റാണത്. ഇപ്പോഴിതാ ഞാൻ ഏറ്റവും സുപ്രധാനമായ ചില വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ, ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് സ്വപ്ന സുരേഷിനെ ജയിലിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു, കൊല്ലാൻ ശ്രമിച്ചിരുന്നു എന്ന് മുമ്പ് 2021 നവംബർ മാസത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. ജയിലിൽ കിടക്കുന്ന സമയത്താണ് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി അത് പറഞ്ഞത്. അത് ഷാജൻസ്കറിയെയും അതേപോലെ പ്രമുഖരായ മറ്റു ചാനലുകളെല്ലാം അത് ഏറ്റെടുത്തു. അത് വലിയ വാർത്തയായി. അതോടുകൂടിയിട്ട് അവർക്ക് സുരക്ഷ ഒരുക്കുകയും, കാരണം അങ്ങനെ വന്നാൽ അത് പിണറായി വിജയൻ്റെ തലയ്ക്ക് നേരെ വരുമെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ പിണറായി വിജയനാണ് കൊല്ലാൻ ശ്രമിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ വാർത്ത ചെയ്തത്. അങ്ങനെ കൊല്ലപ്പെടുകയാണെങ്കിൽ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം പിണറായി വിജയനായിരിക്കുമെന്നും ഞാൻ അന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് വന്നതോടുകൂടി പിണറായി വിജയൻ പിന്മാറി. മുമ്പ് എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തപ്പോഴും ഞാൻ ഹൈക്കോടതിയിൽ പിണറായി വിജയൻ എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്, അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഹർജി കൊടുത്തപ്പോഴും പിണറായി വിജയൻ ചെയ്തതാണ്. കാരണം പിണറായി വിജയൻ നേരെ ഒരു കാര്യം ചെയ്യില്ല, പകരം വളഞ്ഞ വഴിയിൽ കൂടെ സാധാരണ അണികളെ കൊണ്ടോ കൊട്ടേഷൻ ടീമിനെ കൊണ്ടോ കൊല്ലിക്കുള്ളൂ. അങ്ങനെയാണ് TP ചന്ദ്രശേഖരനെ കൊന്നത്. 53 വെട്ടി അതിഭീകരമായി ക്രൂരമായി കൊന്നത്. അങ്ങനെയൊക്കെ കൊല്ലുന്നതിൽ വളരെ ഭയങ്കരമായിട്ട് സംതൃപ്തിയുള്ള, ആനന്ദം കണ്ടെത്തുന്ന, ഒരു സുഖം കണ്ടെത്തുന്ന ഒരു മനുഷ്യനാണ്. സൈക്കോ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരാളാണ് പിണറായി വിജയൻ എന്ന് പറയാൻ പറ്റും. അദ്ദേഹം നീതിമാനല്ല, അദ്ദേഹം കള്ളക്കടത്തുകാരനാണ്, കൊള്ളക്കാരനാണ് എന്ന് തെളിയിക്കുന്ന സംഭവമാണ് സ്വർണ്ണക്കള്ളക്കടത്തും ഡോളർ കടത്തും. കഴിഞ്ഞ തവണ വായിച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വായിച്ചിട്ടുള്ളത് എന്താണ്? ഞാൻ ഈ പെറ്റീഷൻ എന്ന് പറയുന്നത് ബിഫോർ ദ ഹോണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള എറണാകുളം ക്രിമിനൽ MC നമ്പർ 5743/2020 ദ ഡയറക്ടർ ജനറൽ പ്രിസൺസ് ആൻഡ് ജനറൽ കണക്ഷൻ സർവീസസ് കേരള പെറ്റീഷണർ സ്വപ്ന പ്രഭാ സുരേഷ് ആൻഡ് അനദർ റെസ്പോൺസ് എന്ന കേസിൽ, അതായത് സ്വപ്ന സുരേഷ് ഫയൽ ചെയ്ത കേസിൽ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽഡ് ബൈ ദ കമ്മീഷൻ ഓഫ് കസ്റ്റംസ്, അതായത് ഇവർ കൊടുത്ത പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് കേരള കൊടുത്ത കേസിൽ സ്വപ്ന സുരേഷും അതേപോലെ അതർ പാർട്ടി എന്ന് പറയുന്നത് കസ്റ്റംസാണ്. അന്ന് കസ്റ്റംസ് ചില സത്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു. കാരണം അവരെ എതിർ പാർട്ടിയാക്കി അതായത് ജയിൽ വകുപ്പ് കൊടുത്ത കേസിൽ കൊടുത്ത സംഭവമാണ്. സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നേരത്തെ ഞാൻ പറഞ്ഞ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ റിപ്പീറ്റേഷൻ ഒന്നും കൂടി വായിക്കാം. ഞാൻ കഴിഞ്ഞ തവണ വായിച്ചിരുന്നു, എന്നിരുന്നാലും ഒന്നും കൂടി വായിക്കാം. ഷീ സ്റ്റേറ്റഡ് ദാറ്റ് ഷീ വാസ് ഇൻറ്റിമിഡേറ്റഡ് by some persons who are identifiable by sight in prison while she was in judicial custody and warned her of dire consequences if she reveals the names of high-profile persons involved in the smuggling activities. She further stated that there is a threat to her family members also until she was given in custody of customs on 25/11/2020. She was facing intimidation and threat in the prison. മനസ്സിലായല്ലോ? അതായത് അവരെ കൊല്ലാൻ
കൊല്ലാനുള്ള പദ്ധതികൾ നടന്നിരുന്നു ജയിലിൽ വെച്ചിട്ട്. അതിനെ വളരെ ക്രൂരമായ രൂപത്തിൽ അവരെ പീഡിപ്പിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. അത് കൃത്യമായ ഒരു മുമ്പ് എനിക്ക് കിട്ടിയ വിവരം, കസ്റ്റംസിൽ നിന്ന് കിട്ടിയ വിവരം, അന്ന് കിട്ടിയത് ക്രൂരമായി നഗ്നയാക്കി അവരെ ചവിട്ടി മെതിച്ചു എന്ന് പറയുന്ന ഒരു DIG ആണ് നേതൃത്വം കൊടുത്തതെന്നും എൻ്റെ അടുത്ത് കസ്റ്റംസ് എൻ്റെ അടുത്ത് ഇൻഫർമേഷൻ തന്നിരുന്നു. അത് സത്യമാണെന്ന് കസ്റ്റംസ് തന്നെ റെക്കോർഡിക്കലി ഹൈക്കോടതിയിൽ കൊടുത്ത വരികളാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഇനി അടുത്ത 5-ാം പേരെ വായിക്കാം. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നേരത്തെ ഞാൻ കോടതിയിൽ വാദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതായത് എറണാകുളം ACJ കോടതിയിൽ വാദിച്ചിട്ടുള്ളതാണ്. യൂസഫ് അലിയെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറയുന്ന പരാതി കൊടുക്കാൻ കാരണം ഹൈക്കോടതിയിൽ സ്വപ്ന കൊടുത്ത ഹർജിയിൽ ബെയിൽ അപ്ലിക്കേഷനിൽ കൃത്യമായി യൂസഫ് അലിയുടെ പേര് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അതിനെതിരെ എനിക്കെതിരെ 100 കോടി രൂപ ആവശ്യപ്പെട്ട് യൂസഫ് അലി വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു, ഷാജൻ സ്കറിയയ്ക്ക് എതിരെ അയച്ചിരുന്നു, കർമ്മയ്ക്കെതിരെ അയച്ചിരുന്നു. ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് സബ്മിറ്റഡ് ദാറ്റ് the first respondent was arrested in connection with smuggling of huge quantities of gold misusing diplomatic channels. അതായത് ഇതിനകത്ത് ഫസ്റ്റ് റെസ്പോണ്ടൻ്റ് എന്ന് പറയുന്നത് സ്വപ്ന സുരേഷ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് വലിയ തോതിലുള്ള ക്വാണ്ടിറ്റിയുള്ള ഗോൾഡ് ഡിപ്ലോമാറ്റിക് ചാനൽസ് വഴി കടത്തിയത് കൊണ്ടാണ്. The customs preventive received specific intelligence that huge quantity of gold is being smuggled through a consignment arrived at Trivandrum Air Cargo from Dubai as diplomatic cargo via an airway bill dated 30/6/2020. അതായത് 2036-2020 എയർ കാർഗോ വഴി, ഡിപ്ലോമാറ്റിക് കാർഗോ വഴി, അതായത് ട്രിവാൻഡ്രം എയർപോർട്ടിൽ വലിയ തോതിലുള്ള ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നതായിട്ടുള്ള വിവരം ഇൻ്റലിജൻസിന് കിട്ടിയിരുന്നു, വലിയ തോതിലുള്ളത്. After completing the formality, the consignment was opened and examined on 2/7/2020. 2/7/2020 ഈ കൺസൈൻമെൻറ്റ് എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ ശേഷം ഓപ്പൺ ചെയ്തു. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് 30,244.900 ഗ്രാംസ് ഓഫ് ഗോൾഡ് വാസ് റിക്കവേർഡ് ഫ്രം ദ കൺസൈൻമെൻറ്റ്. ആ കൺസൈൻമെൻറ്റിൽ ആ പറയുന്ന നയതന്ത്ര ബാഗേജിൽ മാത്രം 30,244.9 ഗ്രാം സ്വർണം കടത്തി എന്നാണ് പറയുന്നത്. അപ്പം ഇപ്പോഴത്തെ ഗ്രാമിന് എന്താ വില? ഒരു ഗ്രാമിന് എത്ര വിലയാണ്? കോടി രൂപയുണ്ടാവും. The investigation conducted pursuant to the recovery led to the arrest of first respondent and several others. ഇതിനെ തുടർന്ന് അന്വേഷണം നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വപ്ന സുരേഷിനെയും മറ്റുള്ളവരെയും അറസ്റ്റ് ചെയ്തു. The detailed investigation conducted by the Customs Preventive on OIR number 7/2020 are registered in connection with the case revealed smuggling activities by a high-profile syndicate having close connections with the top functionaries of the state government and the consulate of UAE. ഇതാണ് ക്രൈം എറണാകുളം ACJ കോടതിയിൽ നമ്മുടെ യൂസഫ് അലിയെക്കുറിച്ച് അന്വേഷിക്കണം. സ്വപ്ന സുരേഷിൻ്റെ കേസിൽ, അതായത് സ്വപ്ന സുരേഷ് 7/2020 നമ്പർ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് മുൻകൂർ ജാമ്യത്തിന് കൊടുത്തപ്പോൾ അതിൽ പറയുന്നുണ്ട് ഈ സ്വർണം തിരിച്ചയക്കേണ്ടത് യൂസഫ് അലി കെയർ ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ് അതിനകത്ത് കാണിച്ചത്. അപ്പം അങ്ങനെയുള്ള കേസിൽ യൂസഫ് അലിയെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞ കാര്യത്തിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് ഹൈ പ്രൊഫൈലുള്ള, അതായത് ഹൈ പ്രൊഫൈൽ സിൻഡിക്കേറ്റ് ആണ് ഇതിൻ്റെ പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഒരു ഭാഗത്ത് എന്നുള്ള കാര്യമാണ്. മറുഭാഗത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും കോൺസുലേറ്റ് ഓഫ് UAEയുമായിട്ട് ഭയങ്കര ബന്ധമുള്ള, ടോപ്പ് ബന്ധമുള്ള ആളുകളാണ് ഇതിൻ്റെ അകത്ത് പിന്നിലുണ്ടായിരുന്നത് എന്ന് ഞാനല്ല പറയുന്നത്, കസ്റ്റംസാണ്. അങ്ങനെയുള്ള ആരാണ്? UAE കോൺസുലേറ്റുമായും കേരള ഗവൺമെൻറ്റുമായും ബന്ധമുള്ള ആ ബിസിനസ്സുകാരൻ, ആ മാഫിയ തലവൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറഞ്ഞിട്ടില്ല യൂസഫ് അലിയാണെന്നുള്ളത്. പക്ഷേ നമ്മുടെ സ്വപ്ന സുരേഷിൻ്റെ ഈ റിട്ടേൺ കാർഗോ എന്ന് പറയുന്ന കാര്യത്തിൽ നെക്സ്റ്റ് കാണുന്നത് ഫഹദ് അഷ്റഫ് കെയർ ഓഫ് യൂസഫ് അലി എന്നാണ്. ഫഹദ് അഷ്റഫ് ആരാന്നുള്ളത് പിന്നീട് യൂസഫ് അലിയാണ് വെളിപ്പെടുത്തിയത്, അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ മകനാണെന്നുള്ളത്. അതിനകത്ത് യൂസഫ് അലി എന്നുള്ള ആ ഇതിലേക്ക് തിരിച്ചയക്കണം എന്നുള്ള കോഡ് ഭാഷയായിരിക്കാം ആ ഒരു ഒരു പേപ്പറാണ് A4 ഡോക്യുമെൻ്റ് അതിനകത്ത് കാണിച്ചത്. അതാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അതായത് BA ആപ്ലിക്കേഷനിൽ ബെയിൽ ആപ്ലിക്കേഷൻ ഓഫ് സ്വപ്ന സുരേഷിൻ്റെ ഡോക്യുമെൻറ്റിൽ A4 ഡോക്യുമെൻ്റായി
കാണിക്കുന്നതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, കസ്റ്റംസ് പറഞ്ഞാണ്. ലേറ്റർ OR 13/13/2020 was registered when illegal transaction of huge amounts of foreign currency was detected during the course of investigation OR number 7/2020. അതായത് പിന്നീട് ഇതിൻ്റെയൊക്കെ പണമുണ്ടല്ലോ, റിട്ടേൺ പണം അയച്ചത്, ആ പണം ഇവിടുന്ന് ഫോറിൻ കറൻസി ഇവിടുന്ന് അയക്കുകയുണ്ടായി ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അതിന് 13/2020 നമ്പറിൽ 7/2020 കണക്ട് ചെയ്തൊരു കേസും കൂടെ എടുക്കുകയുണ്ടായി. ദ ഫസ്റ്റ് റെസ്പോണ്ടൻറ്റ് ഹിയറിൻ വാസ് അറസ്റ്റഡ് ഇൻ ദ സെഡ് കേസ് ഓൾസോ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. 5ാമത്തെ പേരെയാണ് പറഞ്ഞിരിക്കുന്നത്. 6ാമത്തെ പേരയിൽ വളരെ ഗുരുതരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 6ാമത്തെ പേരുണ്ട്, 7ാമത്തെ പേര് അതിലും ഗുരുതരമാണ്, 8ാമത്തെ പേര് അതിലും ഗുരുതരമാണ്. നമുക്കിതെല്ലാം നാട്ടുകാരറിയണം, ജനങ്ങളറിയണം. 9ാം പേരയിൽ വളരെ ഗുരുതരമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. 10ാമത്തെ പേരയിൽ അതിലും ഗുരുതരമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. 11ാം പേരയിൽ അതിലും ഗുരുതരമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. 12ാം പേരയിൽ അതിലും ഗുരുതരമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഈ കസ്റ്റംസിൻ്റെ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഗുരുതരമായത്. എന്ന് ഫയൽ ചെയ്തതെന്ന് അറിയാമോ? 4/3/2021 ഫയൽ ചെയ്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുന്നതിന് പുറത്ത് വരുന്നതിന് മുമ്പാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് 2020 നവംബർ മാസത്തിൽ ഞാൻ ഈ ഓൺലൈൻ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞത്, സ്വപ്നയെ കൊല്ലാൻ, ജയിലിൽ വെച്ച് കൊല്ലാൻ പിണറായി വിജയൻ പദ്ധതി ഇട്ടിട്ടുണ്ട്, കൊല്ലപ്പെടും എന്ന് പറഞ്ഞുള്ള വാർത്ത ഞാൻ ചെയ്തത്. എന്തായാലും ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങൾ നാളെ ശരിയായിത്തീരും. അന്ന് ആരും വിശ്വസിക്കില്ല. ഞാൻ മുമ്പ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പിന്നീട് സത്യമായി മാറിയിട്ടുണ്ട്. ഇവിടെയും അത് അങ്ങനെ തന്നെയാണ്. യൂസഫ് അലിയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ സ്വപ്ന സുരേഷാണ് പറഞ്ഞത്. ആ വ്യക്തി UAE കോൺസുലേറ്റിലും കേരള ഗവൺമെൻറ്റിലും സ്വാധീനമുള്ള കള്ളക്കടത്തിലെ പ്രധാന വില്ലൻ യൂസഫ് അലിയോ എന്ന് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കറിയില്ല. പക്ഷേ സ്വപ്ന സുരേഷിൻ്റെ ഹർജിയിലുണ്ട്. എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ACJM കോടതി ഉത്തരവിട്ടാണ്. ആ ACJM കോടതി ഉത്തരവ് പ്രകാരം അന്വേഷണം നടത്തി ക്ലീൻ സർട്ടിഫിക്കറ്റ് യൂസഫ് അലി കിട്ടട്ടെ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ അദ്ദേഹം ഹൈക്കോടതി ഇപ്പോൾ ഈ സ്റ്റേ വാങ്ങിയ ആ കേസിൽ, അതാണ് ഏറ്റവും രസകരമായ കാര്യം. അല്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹം സ്റ്റേ വാങ്ങിയത് എനിക്കിപ്പോഴും അറിയില്ല. അത് കസ്റ്റംസ് അന്വേഷണം നടത്തി കൃത്യമായിട്ട് യൂസഫ് അലി അല്ലെങ്കിൽ അത് അദ്ദേഹം ക്ലെയിം ചിറ്റാണ്. ഞാനതാണ് ആഗ്രഹിക്കുന്നത്. യൂസഫ് അലി ഒരു കള്ളക്കടത്തിൽ പെടാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിൻ്റെ അകത്ത് എനിക്ക് രേഖകൾ കിട്ടിയപ്പോഴാണ് ഞാൻ യൂസഫ് അലിയുടെ പേര് പറഞ്ഞത്. അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ യാതൊരു വിധത്തിൽ അർഹതയുണ്ടാവുമായിരുന്നില്ല. പക്ഷെ അതും ഞാൻ പറഞ്ഞത് അന്വേഷണം നടത്തണമെന്നാണ്. യൂസഫ് അലിയുടെ പേര് വന്നിരിക്കുന്നു, അതുകൊണ്ട് അന്വേഷിക്കണം എന്നാണ്. ഇവിടെ ഇതാ ഹൈ പ്രൊഫൈലുള്ള ആള് UAE കോൺസുലേറ്റിലും അതേപോലെ കേരള ഗവൺമെൻറ്റിന് സ്വാധീനമുള്ള ആള് യൂസഫ് അലി ആണോ എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ചോദിക്കാൻ കാരണം സ്വപ്ന സുരേഷ് അങ്ങനെ ഒരു ഹർജി ഫയൽ ചെയ്തത് അതിൽ യൂസഫ് അലിയുടെ പേര് വന്നതുകൊണ്ട് മാത്രമല്ല, യൂസഫ് അലിയെക്കുറിച്ച് നമ്മുടെ ശിവശങ്കറും അതേപോലെ നമ്മളെ വേറൊരാൾ സ്വപ്നയിൽ നടത്തിയ ചാറ്റിൽ യൂസഫ് അലിയുടെ പേര് കൃത്യമായി വരുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. അതൊക്കെ പിന്നീട് അടുത്ത എപ്പിസോഡ് പറയും. അതുവരെ നന്ദി, നമസ്കാരം.